സൈഡും പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ദീർഘദൂര യാത്ര ചെയ്യുന്ന ട്രക്കേഴ്സിന് റെസ്റ്റ് എടുക്കാനും ഒക്കെ കൂടെയാണ് ഈ പാർക്കിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ബസ്സിനായാലും ട്രക്കിനായാലും ഒക്കെ പാർക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അവരവിടെ കിടന്ന് പിന്നെ ആഹാരം വെച്ച് കഴിക്കണമെന്നോ ആഹാരം വെച്ച് കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ക്ഷീണമൊക്കെ തീർത്ത് പതുക്കെ പോകാൻ വേണ്ടിയാണ് ഇവിടുത്തൊക്കെ ഈ റെസ്റ്റ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അതിൽ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. ഇതിപ്പം 4 വരി പാതയാണ്. 4 വരി പാതയെന്ന് പറയാൻ അപ്പുറം 4, അപ്പോൾ അങ്ങനെ മൊത്തം 8 വരി പാതയാണ് ഇത്. അപ്പോൾ ഒരു സൈഡിലോട്ട് തന്നെ 4 വരിയാണ് പാതയുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്തും അതുപോലെ തന്നെ. അപ്പോൾ 8 വരി പാതയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അബുദാബി ലക്ഷ്യമാക്കി. പിന്നെ ഇത് പോകുന്ന നേരെ പോയാൽ അബുദാബി, ദുബൈ, അലൈൻ എല്ലാം ഈ ഒരു റൂട്ട് തന്നെ. ഇത് ഷിലയിൽ നിന്ന് വരുന്നത്. ഷില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ബോർഡറിൽ നിന്ന് വരുന്നതാണ് ഈ റൂട്ടെന്ന് പറയുന്നത്. ഇതെല്ലാം മരുഭൂമിയാണ് കാണുന്നത്. ആ ചെറിയ ലൈറ്റ് കത്തിക്കുന്നത് ക്യാമറയാണ്. ഇപ്പം കാണാൻ നല്ല കാര്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. രാത്രിയിലത്തെ ഒരു വൈബ് ഇത് തന്നെയാണ് യാത്ര. എല്ലായിടത്തൊരു ബോർഡ് വരുന്നുണ്ട്. താരിഫ് അബുദാബി അൽ മിർഫ. ഇവിടുത്തെ റോഡെല്ലാം നല്ല പകല് പോലത്തെ വെട്ടമാണ് എല്ലാം. ഇതുപോലെ തന്നെയാണ് ഇതിപ്പോൾ അവിടുന്ന് സൗദിയുടെ ബോർഡറിൽ നിന്ന് ഷിലയിൽ നിന്ന് വരുന്ന റൂട്ട് ഇതേ സെയിം തന്നെയാണ്. ഇതേപോലെ ലൈറ്റുകളാണ്. നമ്മുടെ നാട്ടിൽ ഇതേപോലെ ലൈറ്റ് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ റോഡുകൾ തന്നെ മോശമാണ്, പിന്നെ ഇതേപോലത്തെ ലൈറ്റും കാണുമല്ല. എല്ലാം ഹൈമാസ് ലൈറ്റുകളാണ് എല്ലാം. കണ്ടില്ലേ, അടുപ്പിച്ചടുപ്പിച്ച് ഒരു സിറ്റി പോലും ഇതേപോലെ ഇത്രയും ഇത് കാണില്ല. ഇത് സിറ്റിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പോണാണ്. എന്നിട്ടും കണ്ടില്ലേ. ഇപ്പം നമ്മൾ താരിഫിലോട്ട് അടുക്കാറായി. താരിഫ് അടുക്കാറായില്ല എങ്കിലും അതിൻ്റെ ഏതാണ്ട് ഒക്കെ അടുക്കാറായി. ഇതിപ്പോൾ അബുദാബിയിൽ നിന്ന് എത്രയോ കിലോമീറ്റർ പുറകിലുള്ള സ്ഥലമാണിത്, റുവൈസ് എന്ന് പറയുന്നത്. അവിടുന്ന് റുവൈസിൽ നിന്ന് നമ്മൾ അബുദാബിക്ക് പോകുന്ന റൂട്ടാണിത്. നമ്മൾ താരിഫ് പോലും ആയിട്ടില്ല. അതുപോലെ ഇവിടെ എല്ലാ റോഡിലും എക്സിറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗത്തോട്ട് കയറുന്ന എക്സിറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർമാർക്കെല്ലാം വളരെ ഉപകാരമാണ്. ഈ എക്സിറ്റ് നമ്പർ നോക്കിയാണ് അവർ പോകുന്നതെല്ലാം. ഇവിടെ ഓരോ സ്ഥലത്തോട്ടുള്ള ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അൽ മിർഫ 27, താരിഫ് 50 കിലോമീറ്റർ, അബുദാബി 177 കിലോമീറ്റർ. ഇവിടുന്ന് 50 കിലോമീറ്ററോടെ പോയെങ്കിലേ താരിഫ് ആവുള്ളൂ. വീണ്ടും ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ ട്രക്ക് ലേബേഴ്സിനൊക്കെ ഇവിടെ അവർ റെസ്റ്റ് ചെയ്യാനുള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ് വീണ്ടും. ഉണ്ടല്ലേ, കുറേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗയാത്തിൽ നിന്ന് നമ്മൾ അബുദാബിക്കുള്ള യാത്രയിലാണ്. ഇപ്പം താരിഫിലോട്ട് ഇനി അടുക്കാനായിട്ടൊരു 10-45 കിലോമീറ്ററുണ്ട് താരിഫിലോട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ സമയം 7:30 സമയം കറക്റ്റ് 7:30. ഇവിടുത്തെ 7:30. അടുത്തൊരു ബോർഡ് വരുന്നുണ്ട്. അൽ ഹർമിയ 1 കിലോമീറ്റർ ദൂരം. അൽ മിർഫ താരിഫ് അബുദാബി. അത് കിലോമീറ്റർ ഒന്നും എഴുതിയിട്ടില്ല. ഇതാണ് റൂട്ട്. എല്ലാത്തിനും എക്സിറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ 189 എക്സിറ്റ് നമ്പർ ഇവിടെ. ഇവിടെ ഇടത് സൈഡിൽ ഫസ്റ്റ് കാണുന്ന അത് സ്പീഡ് ട്രാക്കാണ്.
അത് 120 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടികളും അതിനകത്ത്. രണ്ടാമത്തേതും കുഴപ്പമില്ല, അത് തന്നെ. മൂന്നാമത്തെ ഞങ്ങളീ പോകുന്നത് ഈ ബസ് അതിനും ഒക്കെ പോകാനുള്ള അത് 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടികൾ. അടുത്ത ലാസ്റ്റ് ഒരു ട്രക്ക് ലൈൻ കാണുന്നത്, അതിലൂടെയാണ് ട്രക്കുകൾ പോകുന്നത്. അപ്പോൾ ആ ട്രക്ക് ഇപ്പുറത്തെ ഈ ലൈനിൽ കൂടെ പോകാൻ പാടില്ല, വെച്ച് പോലീസ് കണ്ടു കഴിഞ്ഞാൽ ഫൈനാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ലൈനിലാണ് ബസ്സും ഒക്കെ പോകുന്നത്. ഈ വലത് സൈഡിൽ കാണുന്ന ആ ലൈനിൽ അതിനകത്തൂടെ ട്രക്കിന് പോകാൻ പാടുള്ളൂ. ട്രക്ക് ഇപ്പുറത്തെ ലൈനിൽ കയറാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. वो ट्रक का किलोमीटर कितना है इधर ये रोड पे? 80। अपना बस का भी 80? हाँ, बड़ा बस का 80। हाँ, अपना ये गाड़ी का? इसका 160 है। 160 है इधर? इतना फास्ट चल रहा है, अपना पुराना गाड़ी है। हाँ, ഈ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്നത് ട്രക്കിന് പോകുന്നത് 80 കിലോമീറ്റർ സ്പീഡ്, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അടുത്ത് ഈ നമ്മളീ പോകുന്നത് അത് ബസ്സിന് പോകുന്നത് അത് 80 കിലോമീറ്റർ സ്പീഡ് ബസ്സിന്, അതിൽ കൂടുതൽ ബസ്സിന് പോകാൻ പാടില്ല, പോലീസ് കണ്ടു കഴിഞ്ഞാൽ ഫൈനാണ്. അപ്പോൾ അടുത്തൊരു പമ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഒരു പമ്പാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഹൈവേയിൽ അപ്പുറവും ഇപ്പുറവും അഡ്നോക്കിൻ്റെ ഈ സൈഡിലൊരു അഡ്നോക്കിൻ്റെ പമ്പ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും അഡ്നോക്കിൻ്റെ ഒരു പമ്പ് തന്നെ കാണും. അപ്പോൾ ഇവിടുന്ന് ഇപ്പം 1 കിലോമീറ്റർ കൂടെ ആയിക്കഴിഞ്ഞാൽ പമ്പാണ് വരുന്നത്. മറ്റേത് 120 കിലോമീറ്റർ സ്പീഡാണ് ഫസ്റ്റ് കാണുന്നത്. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നത് ഇടത് സൈഡിൽ കാണുന്ന ലൈനിൽ കൂടെ. ഇപ്പോൾ ഈ പാർക്കിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോഗൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോഗ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകുമ്പോൾ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് പാർക്കിംഗ് ചെയ്യേണ്ടത്. ഇവിടെ പാർക്ക് ചെയ്തു. ഒരു ട്രക്ക് മാത്രമേ ഉള്ളൂ പാർക്ക് ചെയ്യാൻ. അപ്പോൾ അടുത്തൊരു പമ്പ് വരുന്നുണ്ട്. 2 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ഒരു പമ്പാണ് ഇപ്പോൾ വരുന്നത്. ഇനി അഡ്നോക്കിൻ്റെ പമ്പ് ഇതേപോലെ തന്നെ ഇടത് സൈഡിലും അഡ്നോക്കിൻ്റെ ഒരു വല സൈഡിൽ ഒരു അഡ്നോക്കിൻ്റെ പമ്പ് ഉണ്ടെങ്കിൽ അത് ഇടത് സൈഡിലും അഡ്നോക്കിൻ്റെ ഒരു പമ്പുണ്ട്. അപ്പം ഡീസലും പെട്രോളും ഒക്കെ അടിച്ചുകൊണ്ട് വണ്ടികൾ പോകാൻ വേണ്ടിയിട്ടാണ് അത്. ഇപ്പം നമ്മൾ മിർഫയായി. ഇത് 160 കിലോമീറ്റർ സ്പീഡാണ്. ഇത് ആ ഇടത് സൈഡിൽ ഫസ്റ്റ് കാണുന്ന സ്പീഡ് ട്രാക്കാണ്. 160 കിലോമീറ്റർ സ്പീഡിലാണ്. നമ്മുടെ 160 കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത്, പക്ഷേ നമ്മൾ പതുക്കെയാണ് പോകുന്നത്. ഇതിൽ അടുത്ത പമ്പാണ് ഈ കാണുന്നത്, അഡ്നോക്കിൻ്റെ പമ്പാണ് ഈ കാണുന്നത്. ഇവിടെ കിലോമീറ്റർ സ്പീഡൊന്നും എഴുതിയിട്ടില്ല. അൽമിർഫ, അബ്ഷാൻ, മദീന സയ്യിദ്. അബ്ഷാൻ, മദീന സയ്യിദ് എല്ലാം ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. ഇത് മിർഫ ഏരിയയാണ്. മിർഫ ഇതിൽ ചെറിയ കുറേ കടകളും കാര്യങ്ങളും ഒക്കെയുള്ള. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന റൂട്ട് താരിഫ് അബുദാബി റൂട്ടാണ് ഞങ്ങളീ പോകുന്നത്. പിന്നെ മദീന സയ്യിദ്, അബ്ഷാനും ഒക്കെ ഇതുവഴി റൈറ്റിലോട്ട് തിരിഞ്ഞാണ് പോകുന്നത്. അത് ഇതുവഴി റൈറ്റിലോട്ടാണ് തിരിഞ്ഞത്. ഇതെല്ലാം എക്സിറ്റ് നമ്പർ എല്ലായിടവും ഉണ്ട്. റൈറ്റ് ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. ഇതാണ് എക്സിറ്റ് 202 ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സിറ്റ് 202A. ഇതുവഴിയാണ് അബ്ഷാൻ റൂട്ടാണ് പോകുന്നത്. അബ്ഷാൻ റൂട്ടാണ് കാണുന്നത്. ഇതുവഴിയാണ് അബ്ഷാൻ റൂട്ടാണ് കാണുന്നത്. ഇങ്ങനെ അബ്ഷാനിലോട്ട് പോകുന്ന റൂട്ടാണ് കാണുന്നത്. നമ്മൾ നേരെ അബുദാബി, ഇതാണ് താരിഫ് അബുദാബി റൂട്ടാണിത്. കണ്ടില്ല വണ്ടിയുടെ സൈഡിലെ പുറകിലെല്ലാം ഈ ചുമല, ഈ പേപ്പർ ഡേഞ്ചർ പേപ്പറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലിതൊന്നും പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പോഴേ പോലീസുകാർ MVD-കാർ ഫൈൻ അടിച്ചു കളയും. പക്ഷേ ഇവിടെയൊന്നും അങ്ങനെയല്ല. ഇവിടെ മറ്റുള്ള വണ്ടികൾ, പുറകെ വരുന്ന വണ്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ദീർഘദൂരം എല്ലാ വണ്ടികളിലും അങ്ങനെ ഒട്ടിക്കുന്നുണ്ട്, സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നുണ്ട്. ഒരു ട്രക്കാണ് ഈ പോകുന്നത്. അത് പതുക്കെയാണ് പോകുന്നത്. അത് 80 കിലോമീറ്റർ സ്പീഡിലായിരിക്കണം അത് പോകുന്നത്.
അതതിന് ഞങ്ങളീ പോകുന്ന ലൈനിൽ കയറാൻ പാടില്ല. ആ റൂട്ടിൽ കൂടെ തന്നെ പോകാം. പോകുന്ന ആ ലൈനിൽ കൂടെ, അപ്പുറത്തെ ലൈനിൽ കൂടെ മാത്രമേ പോകാവൂ. ഞങ്ങൾ പോകുന്ന ലൈനിൽ കൂടെ പോകാനേ പാടില്ല. അല്ലേ അടുത്തൊരു പാർക്കിംഗ് ലൈൻ വന്നിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നമ്മുടെ ഈ ഗൾഫിലെല്ലാ റോഡിലും പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ് ആ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സ്ഥിതിയും കാര്യങ്ങളൊന്നുമില്ല. ഒന്നാം നമ്മുടെ നാട്ടിൽ സ്ഥലമില്ല, ജനസംഖ്യ കൂടുതലും. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഒരു റോഡ് ഉദ്ഘാടനം നമ്മൾ പോലും അറിയത്തില്ല. റോഡ് പണിയുന്നു, പിറ്റേന്ന് പോലെ പണി കഴിഞ്ഞ് പിറ്റേന്ന് പോലെ വണ്ടി ഓടി തുടങ്ങും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലൊരു റോഡ് പണിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊട്ടി ആഘോഷിച്ചിട്ടാണ്, ആഘോഷമായിട്ട് തന്നെയാണ് ഒരു മന്ത്രിമാരാരെങ്കിലും വന്ന് ഉദ്ഘാടനം നടത്തി അങ്ങനെയൊക്കെ പെരുമ്പറയും മേളവും ഒക്കെ തിരുവാതിരയും ഒക്കെ കഴിഞ്ഞാണ് റോഡ് ഉദ്ഘാടനം നടത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ റോഡ് ടാർ ചെയ്യുന്നു, അടുത്ത ദിവസം പോലെ വണ്ടി ഓടി തുടങ്ങുന്നത്. റോഡ് ഓപ്പണാണ്, ആരും അറിയത്തില്ല. നമ്മൾ പോകുമ്പോഴേ അറിയാവും റോഡ് ഓപ്പണായി എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഗൾഫും നമ്മുടെ കേരളവുമായിട്ടുള്ള വ്യത്യാസം. അതാണ് നമ്മുടെ കേരളത്തിലെ റോഡുകളിലും ഇതേപോലെ തന്നെ തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട് റോഡിൽ നമ്മുടെ റൂട്ട് ഓടുന്നതിൽ എവിടെയെങ്കിലും ഇതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇതുപോലെ കൊടുക്കണം. ഹൈവേയിലായാലും MC റോഡുകളിലായാലും ഇതുപോലെ പാർക്കിംഗ് സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ദീർഘദൂര വണ്ടികൾക്ക് ഉറങ്ങാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ കേരളത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ താരിഫിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആഹാരം കൂടെ കഴിച്ചിട്ട് പോകാം എന്നാണ് കരുതി. ഇപ്പം അങ്ങോട്ട് ഹോട്ടലിലോട്ട്, അടുത്തൊരു ഹോട്ടലുണ്ട്, അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് താരിഫ്. താരിഫിലെ ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഗ്യാസ് ഒക്കെ നിറയ്ക്കുന്ന ഒരു സ്ഥലം. ഇത് നമ്മുടെ ഇവിടുത്തെ സർക്കാർ ബസ് സ്റ്റേഷനാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ എന്തോ സർക്കാരിൻ്റെ എന്തോ ആണ് ഇതൊക്കെ. അതൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ചെറിയ ഇതൊക്കെയാണ്. നമ്മളിവിടെ കയറുന്നില്ല. നമ്മുടെ ബേക്കറി, അൽ ഖയ്യം ബേക്കറി, ഒരു ഹോട്ടലുണ്ട്. അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചാണ് അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. എക്സിറ്റ് 231 അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ അബുദാബി, ഗയാത്തിൽ നിന്ന് അബുദാബിക്കുള്ള യാത്രയിൽ ഞങ്ങളിപ്പം താരിഫിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂർ, ഇപ്പം 8 മണിയാവും. 7:54 അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ ആയി ഞങ്ങളവിടുന്ന് തിരിച്ചിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ താരിഫ് എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ഹോട്ടലിലോട്ട് കയറിയിട്ട് അവിടെ റോഡിലൊക്കെ നല്ല ഹ്യൂമിഡിറ്റിയാണുള്ളത്. ആകാശം നല്ല, കാലാവസ്ഥ നല്ല ഹ്യൂമിഡിറ്റിയാണുള്ളത്. അവിടെ ഇങ്ങനെയൊക്കെ മൂടലായിട്ടൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ താരിഫ് കഴിഞ്ഞുള്ള യാത്രയിലാണ് ഇവിടുന്ന്. ഇനി ഇവിടുന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 1.5-1.25 മണിക്കൂർ യാത്രയും കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ അൽജാഫർ ക്യാമ്പിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. മഫറക്കിൽ അൽജാഫർ ക്യാമ്പിലോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഈ രാത്രിയായതുകൊണ്ട് റോഡിലൊക്കെ വണ്ടികൾ കുറവാണ്. കാര്യം രാത്രിയായില്ല. അപ്പോൾ എല്ലാവരും ട്രക്കുകളെല്ലാം പാർക്കിംഗ് ഏരിയയിൽ കയറ്റിയിട്ട് എല്ലാവരും ആഹാരം വെച്ച് കഴിക്കും. ആഹാരം വെച്ച് കഴിക്കും. റെസ്റ്റ് എടുക്കേണ്ടവർ റെസ്റ്റ് എടുക്കും. അവിടെ പാർക്കിംഗ് ഏരിയ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഇനിയും വണ്ടി എടുത്ത് കൊണ്ട് പോകുള്ളൂ. കാരണം ഇപ്പോൾ റോഡിലൊക്കെ വണ്ടികൾ തീരെ കുറവാണ്. കാറുകളായാലും ശരി, ട്രക്കുകളായാലും ശരി കുറവാണ്. പിന്നെ ചില ട്രക്കുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തു നിന്നും ഒരു ഇത് വരുന്നുണ്ട്. അടുത്ത റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മദീന സയ്യിദ് ലീവ ആ ഏരിയയിലോട്ട് പോകാനാണ്. ഇവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ അതിവിടുന്നാണ്
തിരിയുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ലൈനിൽ കൂടെ കയറിപ്പോയ മദീന സൈഡ് കണ്ടില്ലേ, മദീന സൈഡ് ലീവ് ഒക്കെ ഇവിടുന്ന് അങ്ങോട്ടാണ് തിരിയുന്നത്. എക്സിറ്റ് നമ്പറാണ് 244 തിരിഞ്ഞാണ് പോകുന്നത് മദീന സൈഡ് ലീവ. അത് കറങ്ങിപ്പോയി കഴിഞ്ഞാൽ അഫ്ഷാൻ ഒക്കപ്പ അതങ്ങോട്ടാണ് തിരിഞ്ഞ് പോകുന്നത്. അതാണ് ആ റൂട്ട്, അങ്ങോട്ട് കിടക്കുന്ന അങ്ങോട്ട് പോകുന്ന റൂട്ടുകളാണ്. നമ്മൾ വീണ്ടും ഇതുവഴി അബുദാബിക്ക് പോകുന്നു. നൈറ്റ് വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാനൊരു പ്രത്യേക സുഖം തന്നെയാണ്. ക്യാമറയൊക്കെ എടുത്ത് പോകാൻ നല്ലൊരു പ്രത്യേക സുഖം തന്നെയാണ് നൈറ്റിലെ യാത്ര. കണ്ടില്ലേ, നൈറ്റിലെ യാത്ര ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഞങ്ങൾ ഗയാത്തിൽ നിന്ന് അബുദാബിക്ക് പോകുന്ന യാത്രാ മധ്യയാണിത്. ഞങ്ങൾ താരിഫിലെത്തി ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ട് വേണം ഇനി ഇവിടെ പോകാൻ. അങ്ങനെ ഹോട്ടലിൽ തപ്പി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് കയറ്റിട്ട് ആഹാരം കഴിച്ചിട്ട് പോകാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ, ഒരു സിറ്റി അല്ലെങ്കിലും കണ്ടില്ലേ റോഡിൽ വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഹൈമാസ് ലൈറ്റുകളും ഒക്കെ കത്തിക്കുന്നത് കാണാൻ തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ളൊരു ഹോട്ടലിലോട്ടാണ് കയറുന്നത്. ഹോട്ടലോ അങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ടേയിരിക്കും. റൈറ്റ് സൈഡ് ഞങ്ങൾ പിടിച്ചു ഹോട്ടലിലോട്ട് കയറുകയാണ്. ഇത് 1 ടൺ പിക്കപ്പാണ് കേട്ടോ. ചെറിയ കാറിലാണ് പോകുന്നത്. ഇവിടെ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തൊരു പമ്പാണ് കാണുന്നത്. ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു പള്ളിയൊക്കെ ഉണ്ട്. നിസ്കരിക്കേണ്ട ആൾക്കാർക്ക് ഇവിടെ നിസ്കരിച്ചിട്ട് പോകാൻ പള്ളി തന്നെയാണ്. നല്ല അടിപൊളി ഒരു പള്ളിയാണ്. നമ്മുടെ നമ്മൾ കയറുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സ്റ്റാർ റെസ്റ്റോറൻ്റാണ്. അപ്പുറത്തായി കാണുന്ന പമ്പാണ് കാണുന്നത് എടണോക്കിൻ്റെ. ഇതും ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ തിരിഞ്ഞ് ഇതൊരു റെസ്റ്റോറൻ്റാണ്, സ്റ്റാർ റെസ്റ്റോറൻ്റാണ് ഇത്. ഇവിടെ ഇറങ്ങി ആഹാരമൊക്കെ കഴിച്ചിട്ടൊക്കെ പതുക്കെ പോകുന്നു വിചാരിച്ചു. ഇത് കണ്ടോ, മഞ്ഞ് ഉമ്മടിത്തിയാണ് ഈ കാണുന്നത്. കണ്ണാടി വെളിയിൽ വണ്ടിയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി ഇവിടുത്തെ കണ്ണാടിയുടെ ഇത് കണ്ടില്ലേ.